കഴിഞ്ഞ കുറച്ച് നാളുകളായി എനിക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളിലൊന്ന് EV എടുക്കാമോ, EV എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഭാവി, EV എടുത്താൽ എത്ര റേഞ്ച് കിട്ടും, ചാർജിങ് നെറ്റ്വർക്ക് ഒക്കെ എങ്ങനെയാണ്, ഇതും കൊണ്ട് ഒരു ലോങ് ജേണി പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അതിനൊരു ഉത്തരം തരാമെന്ന് കരുതി എൻ്റെ കൂടെയുള്ളത് ഏറ്റവും പുതിയ MG വിൻസർ ആണ്. ആക്ച്വലി വിൻസറിന് രണ്ട് വെർഷൻ ഉണ്ട്, ഒന്ന് ലോങ് റേഞ്ചും ഒന്ന് ഷോർട്ട് റേഞ്ചും. എൻ്റെ ഉള്ളത് ഷോർട്ട് റേഞ്ച് ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു ലോങ് ടൈം കാറാണ്. കഴിഞ്ഞ ഒരു 3 മാസമായി ഇതാണ് എൻ്റെ ഡെയിലി ഡ്രൈവർ എന്ന് പറയുന്നത്. സോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മേഘമലയിലാണ്, തമിഴ്നാട്ടിലുള്ള മേഘമല. കൊച്ചിയിൽ നിന്നും മേഘമലയിലേക്കുള്ള ഒരു ലോങ് ജേണിയും ഈ വാഹനമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഒരു EV എടുക്കാമോ, EV എടുക്കാൻ പോകുന്നവർക്കായിട്ടുള്ള A to Z കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ വെൽക്കം ബാക്ക് ടു ടർബോ ഡ്രൈവ്. ദീർഘനാളുകളായി നമ്മളൊരു വാഹനം ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് MG വിൻസറിലേക്ക് വരികയാണെങ്കിൽ 320 കിലോമീറ്റർ റിയൽ വേൾഡിൽ റേഞ്ച് കിട്ടുന്ന ഒരു വാഹനമാണ്. 39 kWh ഒരു ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലോങ് റേഞ്ച് വെർഷൻ ഉണ്ട്, ഏകദേശം 450 കിലോമീറ്ററിനടുത്താണ് ആ ഒരു വാഹനത്തിന് റേഞ്ച് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ഈ രണ്ട് വാഹനവും നമ്മൾ പ്രീവിയസ് എപ്പിസോഡുകളിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്നാൽ ഒരു ലോങ് ടൈമിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, ചാർജിങ് ടൈം എങ്ങനെയാണ്, ഒരു ഒറ്റ ഫുൾ ചാർജിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ് കപ്പാസിറ്റി, റേഞ്ച് ആങ്സൈറ്റി ഉണ്ടോ, പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ എങ്ങനെയാണ് ഈ ഒരു വാഹനം പെർഫോം ചെയ്യുന്നത്, ലോങ് ജേണിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേഞ്ച് പ്രോമിസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൊച്ചിയിൽ നിന്നും മേഘമലയിലേക്ക് ഏകദേശം 400 കിലോമീറ്ററിനടുത്ത് യാത്രയുള്ള ഒരു ദൂരമുള്ള ഒരു യാത്രയാണ്. സോ 400 കിലോമീറ്ററിനടുത്ത് ആയതുകൊണ്ട് തന്നെ ഒറ്റ ചാർജിൽ ഈ ഒരു വാഹനം മേഘമലയിലേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുംബ്ലിയിൽ സ്റ്റേ ചെയ്തിട്ടാണ് മേഘമലയിലേക്ക് വന്നത്. MG വിൻസറിന്റെ ഡിസൈനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഡെയിലി കാണുന്ന വാഹനങ്ങളിൽ ഒന്നാണ്. എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ കോർണറിംഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. വലിയൊരു DRLs ആണ്, രാത്രിയിലൊക്കെ നല്ല ഒരു പ്രകാശം കിട്ടുന്ന രീതിയിലായിട്ടുള്ള ഒരു ഫ്രണ്ട് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ ലോങ് റേഞ്ച് വെർഷനിലേക്ക് വരുന്ന സമയത്ത് ADASന്റെ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇനി സൈഡ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലോങ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് അലോയ് വീലിൽ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയാണ് വാഹനത്തിന്റെ ചാർജിങ് പോർട്ട് വരുന്നത്. നമുക്ക് 3 രീതിയിൽ വാഹനം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയിട്ടുള്ള ഫെസിലിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, വീട്ടിൽ നമുക്ക് ചാർജിങ് പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എല്ലാ മാനുഫാക്ചേഴ്സും ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് വീട്ടിൽ ഒരു മിനിമം ഫാസ്റ്റ് ചാർജിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതിന് ചില സമയത്ത് നമ്മളുടെ വീട്ടിലെ കണക്ഷൻസ് മാറ്റേണ്ടി വരും, 3 ഫേസിലേക്കൊക്കെ മാറേണ്ടി വരും. അത് കുറച്ച് കോസ്റ്റ് കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒട്ടും കോസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യം പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ്, ഒരു പവർ പ്ലഗ് വീട്ടിൽ ഫിറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് വളരെ സ്ലോ ചാർജിങ് ആണ്. ആൻഡ് ഏകദേശം 5 മുതൽ 8 മണിക്കൂർ വരെ എടുക്കും വാഹനം ഫുൾ ചാർജ് ആകാനായിട്ട്. പക്ഷേ രാത്രിയിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റാവശ്യത്തിന് വാഹനം എടുക്കുന്ന സമയത്തോ ഫുൾ ചാർജ് ആയിരിക്കും. അതിന് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നോർമൽ പവർ പ്ലഗ്, അതായത് ഫ്രിഡ്ജും AC ഒക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു പവർ പ്ലഗിലേക്ക് ഈ ഒരു വാഹനം കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒരു ഇലക്ട്രീഷ്യൻ്റെ ഒരു സഹായത്തോടു കൂടി വീട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് കണക്ഷൻസ് ഒന്നും നമ്മൾ രണ്ടാമത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് കണക്ഷനിൽ തന്നെ അത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ 3 രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതികളാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ നമ്മൾ കാണുന്നത്. ആൻഡ് ഇനിയിപ്പോൾ റണ്ണിങ് കോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. യൂഷ്വലി എൻ്റെ ഒരു മാസത്തിലെ ബില്ലെന്ന് പറയുന്നത് 500 മുതൽ 700 രൂപ വരെയാണ്. കാര്യം ഞാൻ ഒരു സിംഗിൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അധികം ഇലക്ട്രിസിറ്റി ബില്ല് യൂഷ്വലി എനിക്ക് വരാറില്ല. എന്നാൽ ഈ ഒരു വാഹനം കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് 1.5 മാസത്തെ ബില്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3500 രൂപയ്ക്ക് അടുത്താണ് എനിക്ക് ബില്ല് വന്നിരിക്കുന്നത്. സോ ഒരു മാസത്തെ എൻ്റെ മറ്റ് ചിലവുകളായിട്ടുള്ള ഒരു 500 രൂപയുടെ ബില്ല് കണക്കാക്കുകയാണെങ്കിൽ 3000 രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ടോട്ടൽ ബില്ലായിട്ട് എനിക്ക് വന്നിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബില്ലിംഗ് പീരീഡിൽ തന്നെ ഏകദേശം നിരവധി കിലോമീറ്ററുകൾ ഈ ഒരു വാഹനം വഴി ഞാൻ സഞ്ചരിച്ചു. കാര്യം ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് ഞാനിപ്പോൾ 2 വീലേഴ്സിൽ യാത്ര ചെയ്യുന്നത് വളരെ കുറവാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ യാത്രകളും ഈ ഒരു 4 വീലറിൽ ഇലക്ട്രിക് ആയതുകൊണ്ടാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും സേവ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ഫ്യുവൽ പ്രൈസ് നോക്കുന്ന സമയത്തും വയബിൾ ആയിട്ടുള്ള ഒരു ഫ്യുവൽ ഓപ്ഷനാണ് EV എന്ന് പറയുന്നത്. എന്നാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. ഏകദേശം 18 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് MG വിൻസർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. 5 സീറ്റർ വാഹനമാണ് MG വിൻസർ എന്ന് പറയുന്നത്. എന്നാൽ ഒരു 7 സീറ്ററിനോളം സ്പേസ് തോന്നിക്കുന്ന ഒരു ഇന്റീരിയർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. സീറ്റുകൾ വളരെ കംഫർട്ടബിളി ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പ്രോയിലേക്ക് പോകുന്ന സമയത്ത് ബേജ് കളറിലുള്ള സീറ്റാണ് നൽകിയിട്ടുള്ളത്. സീറ്റുകൾ വെന്റിലേറ്റഡ് ആണ്. ഈ ഒരു ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഹാർട്ട് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു സ്ക്രീനാണ്. ഈ ഒരു സ്ക്രീനാണ് എല്ലാവിധ 90% ഫംഗ്ഷൻസും കൊടുത്തിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൈഡ് വ്യൂ മിറർ ഫോൾഡ് ചെയ്യുന്നത്, മൂൺ റൂഫിൻ്റെ
സൺഷെയ്ഡ് ഓപ്പൺ ചെയ്യുന്നത്. ഹെഡ്ലാമ്പിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലും ഈ ഒരു സ്ക്രീനിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഫിസിക്കൽ ബട്ടൺസ് ആയിരുന്നെങ്കിൽ വളരെയധികം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിരുന്നു. ഈ സ്ക്രീൻ എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൽ കാര്യമായിട്ടുള്ള മറ്റൊരു ഫങ്ഷൻസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതിനെ കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. എന്നാൽ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള വലിയ ഗ്ലിച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ക്രീനാണ് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, വാർണിംഗ് എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള സൈഡ് ഇൻഡിക്കേറ്റേഴ്സിനും അതിൻ്റെ ഒരു മിററിൻ്റെ വ്യൂവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്റ്റിയറിംഗിലും വളരെ മിനിമൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഗിയർ സെലക്ഷൻ നോബ് വരുന്നത്. പാർക്കിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിലേക്ക് പോകും. ആൻഡ് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും ലഭിക്കുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിലും ആവശ്യമായിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സോ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. ഈവൻ ഒരു ഡാഷ്ബോർഡിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നുണ്ട്. ആംബ്രസ്റ്റിനുള്ളിൽ നല്ല സ്പേസ് വരുന്നുണ്ട്. 3 കപ്പ് ഹോൾഡേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സെൻട്രൽ കൺസോൾ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ടും വലിയ ഒരു സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ചാർജിങ് പോർട്സുകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേയധികം യൂട്ടിലിറ്റി ഏരിയാസ് കവർ ചെയ്തിട്ടാണ് MG വിൻസറിന്റെ ഇന്റീരിയർ MG ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ റിയർ സീറ്റിലേക്ക് വരുവാണെങ്കിൽ ബൈക്കിലേക്ക് AC വെന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. എയ്റോ ലോഞ്ച് എന്നാണ് MG ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് ആയിട്ട് ഷോഫർ ഡ്രിവൻ ആയി സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സീറ്റിൽ അങ്ങനെ റിക്ലൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൂൺ റൂഫ് നമുക്ക് ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. സോ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അറൗണ്ട് ചെയ്തിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് ഈ ഇന്റീരിയറിൽ കാണാനായിട്ട് സാധിക്കും. ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് വരുന്ന സമയത്ത് ആകെ പറയാനുള്ള ഒരു പ്രശ്നം ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു കാര്യമാണ്. ബിക്കോസ് സസ്പെൻഷൻ കുറച്ച് ഹാർഡർ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിലുള്ള എല്ലാ കുണ്ടും കുഴിയും അല്ലെങ്കിൽ ഹമ്പ് ചാടുന്ന സമയത്തോ ഈവൻ റിഫ്ലക്റ്റേഴ്സിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് പോലും ഉള്ളിലേക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു വാഹനത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. സസ്പെൻഷൻ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് സൈഡിലായിരുന്നെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആ ഒരു സെഗ്മെന്റിൽ പകരം വെക്കാനില്ലാത്ത ഒരു വാഹനം തന്നെയായി മാറിയേനും MG വിൻസർ എന്ന് പറയുന്നത്. 2 ബാറ്ററി പാക്സ് ആണ് വരുന്നത്. 39 kWh ബാറ്ററി, 320 കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ച് തരുന്ന ഒരു ബാറ്ററി പാക്ക്. ദെൻ 52 kWh ആണ്. അത് 450 കിലോമീറ്ററിനടുത്ത് റേഞ്ച് തരുന്ന ഒരു ബാറ്ററി പാക്ക് കൂടിയാണ്. ഫാസ്റ്റായി 1 lakh യൂണിറ്റ് ഒക്കെ സെല് ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് MG വിൻസർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത്രയധികം അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു EV വാഹനം കൂടിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ചിലപ്പോൾ കുറച്ച് വ്യത്യസ്തമായി തോന്നിയേക്കാം. ബട്ട് എങ്കിലും ഉള്ളിൽ വളരെയധികം സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. നല്ല മാസീവ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓഫീസായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാം, ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നിരവധി പ്രാക്ടിക്കാലിറ്റി എലമെന്റ്സ് ഈ ഒരു MG വിൻസറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് നോക്കുന്ന സമയത്ത് സസ്പെൻഷൻ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് MG വിൻസർ EV എന്ന് പറയുന്നത്. 10 lakhs മുതലാണ് വാഹനത്തിന്റെ പ്രൈസ് എക്സ്ഷോറൂമിൽ ആരംഭിക്കുന്നതെന്നാണ് MG അവകാശപ്പെടുന്നത്. അതായത് ബാസ് മോഡ്, ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിയിൽ ബാറ്ററിക്ക് ഒരു വാടക കൊടുത്തുകൊണ്ട് ഓടുന്ന കിലോമീറ്ററിന് ബാറ്ററിക്ക് ഒരു വാടക കൊടുത്തുകൊണ്ട് വാഹനം സ്വന്തമാക്കാൻ കഴിയും എന്നാണ് MG അവകാശപ്പെടുന്നത്. ബാറ്ററിയോട് കൂടി വാഹനം വാങ്ങുന്ന സമയത്ത് ഒരു 20 lakhs 25 lakhsiലേക്കൊക്കെ പോകും. പ്രോ വേർഷനിലേക്ക് വരുന്ന സമയത്തും ഷോർട്ട് റേഞ്ച് മതിയെങ്കിൽ ഒരു 18 lakhsiനൊക്കെ വാഹനം വാങ്ങാനായിട്ട് സാധിക്കും. ഈവൻ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലും നിരവധി MG വിൻസർ EVs ഉണ്ട്. സോ അവരെല്ലാവരും ആ ഒരു 18-19 lakhsiനുള്ള ഷോർട്ട് റേഞ്ച് വേർഷനാണ് കൂടുതലും ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാർജിങ് സെറ്റപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. യൂഷ്വൽ എൻ്റെ ഒരു പവർ പ്ലഗിലാണ് ഈ ഒരു വാഹനം കുത്തി ചാർജ് ചെയ്യുന്നത്. അതിന് കുറച്ച് ടൈം എടുക്കുമെങ്കിൽ പോലും രാത്രിയിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഫുൾ ചാർജ് ആയിട്ട് ഈ ഒരു വാഹനം ലഭിക്കും. എന്നെ സംബന്ധിച്ച് വളരെയധികം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇലക്ട്രിസിറ്റിയിലുള്ള ചേഞ്ചസോ അല്ലെങ്കിൽ ഫേസ് മാറ്റേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ലോഡ് കൂട്ടേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു കോസ്റ്റ് വന്നിട്ടില്ല. എനിക്ക് ആകെപ്പാടെ ഒരു 2000 rupees താഴെയുള്ള ഒരു കോസ്റ്റ് ഒരു പവർ പ്ലഗ് ഒന്ന് മോഡിഫൈ ചെയ്തു. അതിലെ കണക്ഷൻസ് ഒന്ന് മാറ്റി, അതിലെ വയറിൻ്റെ ഒരു കപ്പാസിറ്റി കൂട്ടി, അതിൽ വേണ്ട സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ളതല്ലാതെ ഞാൻ കാര്യമായിട്ട് വലിയൊരു EV ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റെ ഇലക്ട്രിസിറ്റി സെറ്റപ്പിനെ ഒന്നും മാറ്റിയിട്ടില്ല.
അങ്ങനെ വരുന്ന സമയത്തും എനിക്കൊരു 3500 രൂപ ബില്ലെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മന്ത്ലി 2 വീലറിൻ്റെ ഫ്യൂവൽ കോസ്റ്റാണ് ഏകദേശം ഈ ഒരു 2000-2500 രൂപ എന്ന് പറയുന്നത്. സോ അതെനിക്കൊരു 4 വീലറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. എൻ്റെ എല്ലാ കമ്മ്യൂട്ടിനും ഞാൻ 4 വീലർ യൂസ് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ വളരെയധികം കോസ്റ്റ് എഫക്റ്റീവായിട്ട് റണ്ണിങ് കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട് മാത്രം എനിക്ക് ഈ ഒരു കഴിഞ്ഞൊരു കുറച്ച് നാളുകളായിട്ട് കുറച്ച് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്ക്സ് ടു MG വിൻസർ EV. ആൻഡ് ഞാൻ ഈ ഒരു വാഹനമായിട്ട് മേഘമല ഒരു ലോങ് ട്രിപ്പ് പോയ സമയത്താണെങ്കിൽ പോലും 2000 രൂപയിൽ താഴെയാണ് പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വന്ന എമൗണ്ട്. അതായത് ഒരു 600 കിലോമീറ്ററിന് അടുത്തുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ ജേണി ആയിരുന്നു. അതിന് 2000 രൂപയിൽ താഴെ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാലും എനിക്ക് വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിട്ട്, അല്ലെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എനിക്ക് പല ടെറൈൻസും പല ലൊക്കേഷൻസും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് MG വിൻസർ EVയെ ഞാൻ കാണുന്നത്. ആൻഡ് ആക്ച്വലി എനിക്ക് ഈ ഒരു വാഹനം വളരെയധികം ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്ത സമയത്ത് ഒന്ന് ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എലമെൻറ്റ്, 2 എനിക്ക് കുറച്ച് ഫ്യൂവൽ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഒരു 20 lakhs താഴെ നിങ്ങളൊരു EV വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് MG വിൻസർ EV എന്ന് പറയുന്നത്. ആൻഡ് പ്രോമിസിംഗ് ആയിട്ടുള്ള റേഞ്ച്, ഷോർട്ട് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ 600 കിലോമീറ്റേഴ്സ് ഒക്കെ ഈസിലി ക്രൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് ഈ ഒരു വാഹനത്തിന് മാറ്റിയിട്ടുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ്. കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ടെൻഷനും വേണ്ട. ഈവൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോയാൽ പോലും ടെൻഷൻ ഒന്നുമില്ലാതെ തന്നെ EV വാഹനം കൊണ്ടു നടക്കാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് കേരളത്തിൽ ഉണ്ട്. സോ 20 lakhs താഴെ ഒരു വാഹനം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് MG വിൻസർ EV എന്ന് പറയുന്നത്. ഷോർട്ട് റേഞ്ച് വേർഷൻ, ഈവൻ ലോങ് റേഞ്ച് വേണമെങ്കിൽ അതും ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു ബഡ്ജറ്റിൽ ഒരു EV നോക്കുന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യുമോ അതോ മറ്റ് മോഡൽസിലേക്ക് പോകുമോ എന്നുള്ളത് കമൻറ്റ് ഡൗൺ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.